ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം മിക്ക പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 3, 4, 5 തിരുവചനങ്ങളാണ്. ദൈവവചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്: അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ ലോകം മുഴുവനും യുദ്ധത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുദ്ധങ്ങൾ അവസാനിക്കാൻ വേണ്ടി തന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത അവസാനിക്കാൻ വേണ്ടി നമുക്ക് തിരുവചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള, തിരുവചനത്തിൽ കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. ജനതകളുടെ മേൽ ന്യായം വിധിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. വീണ്ടും കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. എത്ര വലിയ പ്രബല രാജ്യങ്ങളായിക്കോട്ടെ, ആ രാജ്യങ്ങളുടെ മേൽ വിധി നടത്തുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. വീണ്ടും വചനം കാണുന്നത് ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും എന്ന് പറഞ്ഞാൽ വാളുകൾക്ക് മൂർച്ചയില്ലാതാക്കി തീർക്കുമെന്നാണ് പറയുന്നത്. പിന്നെയോ കുന്തങ്ങൾ വാക്കത്തിയായും. കുന്തങ്ങൾ, മൂർച്ചയുള്ള കുന്തങ്ങൾ വാക്കത്തിയുടെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയുള്ളൂ. വാക്കത്തിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. വീണ്ടും വചനം കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. ഇനി ജനം ജനത്തിനെതിരെ വാളുയർത്താൻ ദൈവമായ കർത്താവ് അനുവദിക്കുകയില്ല. അവിടെ ശത്രുതയുണ്ടാകുകയില്ല. വീണ്ടും വചനം കാണുന്നത് ഇങ്ങനെയാണ്: അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ഇനി മേലിൽ ഒരിക്കലും യുദ്ധം അഭ്യസിക്കാനുള്ള ഇട കർത്താവ് വരുത്തിയില്ല. കാരണം ലോകം മുഴുവനും സമാധാനത്തിൻ്റെ അന്തരീക്ഷം കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. വീണ്ടും വചനം കാണുന്നത് ഇങ്ങനെയാണ്: അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. അതായത് മുന്തിരിത്തോപ്പ് എന്ന് പറയുമ്പോൾ ബൈബിളിലെ 2 തരങ്ങളാണ്. ഇവിടെ മുന്തിരിത്തോപ്പ് എന്ന് പറയുമ്പോൾ സമൃദ്ധമായ കുടുംബമാണ്. കുടുംബത്തോടൊരുമിച്ച്, മക്കളോടൊരുമിച്ച് ഒരു സമൃദ്ധിയുടെ ജീവിതമാണ് മുന്തിരിത്തോപ്പ്. പക്ഷേ ഇവിടെ മുന്തിരിത്തോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഭൗതിക മുന്തിരിത്തോപ്പ്, അവിടെ യുദ്ധങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ പരസ്യമായി തൻ്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വീണ്ടും കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: അത്തിമരച്ചോട്. നമ്മൾ അത്തിമരച്ചോട് ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഇടമാണ് അത്തിമരച്ചോട്. പക്ഷേ ഇവിടെ അത്തിമരച്ചോട് പബ്ലിക്കായിട്ടുള്ള, അതായത് തുറസായ സ്ഥലത്തിലൂടെ അത്തിമരച്ചോട്ടിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്ത് ജീവിക്കാനുള്ള, ഭയം കൂടാതെ ജീവിക്കാനുള്ള കൃപ കർത്താവാദ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വീണ്ടും കാണാൻ പറ്റും: ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യരും അവരെ ഭയപ്പെടുത്തുകയില്ല. കാരണം യുദ്ധങ്ങളെല്ലാം, യുദ്ധത്തിൻ്റെ ഭീതികളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വീണ്ടും കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവികാനീശോയുടെ നാമത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഭയമുണ്ടാകുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവചനത്തെ അഭിഷേകത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനീശത്തെ യോഗ്യത സ്വീകരിക്കുകയും ചെയ്യാം. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.